ഹലോ ഗായ്സ്, വെൽക്കം ടു ദി ക്ലാസ്. സോ നമ്മൾ ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ് നോക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിനെ സംബന്ധിച്ചോളം നീറ്റിന് അത്യാവശ്യം ചെറിയൊരു 2 to 3 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതേപോലെ തന്നെ ബോർഡ് എക്സാം അത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്റർ അല്ല. ഓക്കെ, എന്നാലും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. വളരെ സിമ്പിളായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ചാപ്റ്ററാണ്. ഓക്കെ, സോ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ചെയ്യുക? ആക്ച്വലി നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഇപ്പം ഓരോ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം അല്ലേ? അപ്പൊ എന്തൊരു ക്ലാസിഫിക്കേഷൻ ആണ്, അത് എങ്ങനെയൊക്കെയാണ് ക്ലാസിഫിക്കേഷനിൽ എത്തിയത് എന്ന കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിലായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചത് എന്തായിരുന്നു? അതിൽ ലിവിങ് വേൾഡിൽ ഓരോ നെയിമിങ് കാര്യമൊക്കെ പഠിച്ചു അല്ലേ? അപ്പൊ അതിൽ നമ്മൾ ഫൈലത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഓരോ കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു സാധനത്തിന് ക്ലാസിഫൈ ചെയ്യുന്നത്, ഒരു ലിവിങ് ഓർഗാനിസം എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്ന കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്തത് സയന്റിഫിക് ബേസിൽ ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്ത ആരാന്നറിയും? അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിലാണ് ഫസ്റ്റ് സയന്റിഫിക് ബേസിൽ എന്ത് ചെയ്തത്? ക്ലാസിഫിക്കേഷൻ നടത്തിയത്. അത് എങ്ങനെയായിരുന്നു? അതായത് എല്ലാ പ്ലാന്റ്സിനും എന്ത് ചെയ്തു? പ്ലാന്റ്സിനെ ട്രീസ്, ഷേർബ്സ്, ഹേർബ്സ് എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. പ്ലാന്റ്സിനെ ട്രീസ്, ഷേർബ്സ്, ഹേർബ്സ് എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. അതേപോലെ തന്നെ ആനിമൽസിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തു. ബ്ലഡ്, റെഡ് കളറുള്ള ബ്ലഡ് ഉള്ളതും അതേപോലെ തന്നെ റെഡ് കളർ ബ്ലഡ് ഇല്ലാത്തതായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, അപ്പം അരിസ്റ്റോട്ടിലാണ് ഫസ്റ്റ് അല്ലെ ഏർലിയസ്റ്റ് സയന്റിഫിക് ബേസ്ഡ് ക്ലാസിഫൈ ചെയ്തത്. അതെങ്ങനെയായിരുന്നു? പ്ലാന്റ്സിനെ ട്രീസ്, ഷേർബ്സ്, ഹേർബ്സ് ആയിട്ടും ആനിമൽസിലെ റെഡ് ബ്ലഡ് ഉള്ളതും റെഡ് ബ്ലഡ് ഇല്ലാത്തതും. ഓക്കെ, അതായിരുന്നു ഫസ്റ്റ് ആയിട്ട് ഒരു സയന്റിഫിക് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ വന്നു. അതിനുശേഷം എന്ത് വന്നു? കാൾ ലിനേഴ്സ്. കാൾ ലിനേഴ്സിന്റെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. കാൾ ലിനേഴ്സിന്റെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ അത് പ്ലാന്റേയും അതേപോലെ തന്നെ ആനിമേലിയ എന്ന രണ്ട് കിങ്ഡംസ് ആയിരുന്നു. ഓക്കെ, പ്ലാന്റേയും ആനിമേലിയും. ഓക്കെ, ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്ത് അരിസ്റ്റോട്ടിലായിരുന്നു. അത് ട്രീസും ഷേർബ്സ്, ഹേർബ്സ് ഉണ്ട് പ്ലാന്റ്സിൽ. ആനിമൽസിൽ റെഡ് ബ്ലഡ് ഉള്ളതും റെഡ് ബ്ലഡ് ഇല്ലാത്തതും. പിന്നെ ക്ലാസിഫൈ ചെയ്ത് ലിനേഴ്സ് ആണ്. അത് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയിരുന്നു, പ്ലാന്റേയും ആനിമേലിയും മാത്രമായിരുന്നു. പക്ഷെ അതിന് ഒരുപാട് പോരായ്മകൾ വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ യൂണിസെല്ലുലാറും മൾട്ടിസെല്ലുലാറും തമ്മിൽ ഒരു ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടില്ല. ഏതാണ് യൂണിസെല്ലുലാർ, ഏതാണ് മൾട്ടിസെല്ലുലാർ പറഞ്ഞിട്ട് അതൊന്നും ക്ലാസിഫൈ ചെയ്ത് എല്ലാത്തിനെയും അതാത് പ്ലാന്റിലേക്ക് ഇട്ട് ആനിമൽസിലേക്ക് ഇട്ട് അങ്ങനെ ചെയ്തു. അതേപോലെ തന്നെ യൂക്യാരിയോട്ടും പ്രോക്യാരിയോട്ടും തമ്മിൽ വ്യത്യാസം വന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക്, അതേപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് അല്ലാത്ത ആൾക്കാർ തമ്മിലൊരു വ്യത്യാസം വന്നില്ല. അങ്ങനെ കുറെ ഡ്രോബാക്സ് വന്നു. അതിനുശേഷം പിന്നെ ഏണസ്റ്റ് ഹേക്ക് ക്രീക്കിന്റെ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. അതിൽ പ്രൊട്ടിസ്റ്റ് ആഡ് ചെയ്തു. അതേപോലെ കോപ്ലാൻഡ് അയാൾ ഫോക്കിന്റെ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. അതിനൊക്കെ ശേഷം ഫൈക്കിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പിന്നീട് വന്നത്. അത് 1969 ആർ എസ് വിറ്റേക്കർ 1969 ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, ആർ എസ് വിറ്റേക്കർ 1969 പ്രൊപ്പോസ് ചെയ്ത് എന്തു? ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ. എന്താ പ്രൊപ്പോസ് ചെയ്ത്? ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ 1969. ഓക്കെ, 1969 ആർ എസ് വിറ്റേക്കർ പ്രൊപ്പോസ് ചെയ്തു. അത് എന്താ ക്ലാസ് ആയിരുന്നു? അത് എന്തൊക്കെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു? മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ്, ആനിമേലിയ. മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ്, ആനിമേലിയ. അത് എന്തൊക്കെ ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് ആർ എസ് വിറ്റേക്കർ ക്ലാസിഫൈ ചെയ്തതെന്ന് അറിയോ? അതിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയ സെല്ലിന്റെ സ്ട്രക്ചർ. പിന്നെ രണ്ടാമത്തെ ബോഡി ഓർഗനൈസേഷൻ. പിന്നെ മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഭക്ഷണ രീതി. പിന്നെ മോഡ് ഓഫ് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന രീതി. അതിനുശേഷം ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ്. അപ്പം ഇത്രയും കാറ്റഗറി അല്ലെങ്കിൽ ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ടായിരുന്നു ആർ എസ് വിറ്റേക്കർ 1969 ഫൈക്കിന്റെ ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത്. ഏതൊക്കെയായിരുന്നു ഫൈവ് കിങ്ഡം? മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, ആനിമേലിയ. അതിൽ മെയിൻ ക്രൈറ്റീരിയ എന്തൊക്കെയായിരുന്നു? സെല്ലിന്റെ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. അപ്പം ഈ ടേബിളാണ്. അതൊന്ന് ഈ ടേബിൾ എഴുതി പഠിക്കുകയാണെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഒരിക്കലും മറന്നു പോകത്തില്ല. അപ്പൊ അതിൽ നമുക്ക് ക്യാരക്ടേഴ്സ് എടുക്കാം. സെല്ലിന്റെ ടൈപ്പ്, സെല്ലിന്റെ വോള്,
ന്യൂക്ലിയർ മെംബ്രെയിൻ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഏതൊക്കെയായിരുന്നു കിങ്ഡംസ്? മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ്, ആനിമേൽ. ഓക്കെ, അപ്പം ഈ മൊനീറാന്ന് എന്താ സെൽ ടൈപ്പ് പ്രോക്യാരിയോട്ട്, സെൽ ടൈപ്പ് പ്രോക്യാരിയോട്ട്. ബാക്കി എല്ലാത്തിലും എന്താ സെൽ ടൈപ്പ് യൂക്യാരിയോട്ട്. ബാക്കി എല്ലാത്തിലും സെൽ ടൈപ്പ് യൂക്യാരിയോട്ടാണ്. മൊനീറയിൽ മാത്രം പ്രോക്യാരിയോട്ട്, ബാക്കി എല്ലാത്തിലും യൂക്യാരിയോട്ടാണ്. ഇപ്പൊ മൊനീറയിൽ പ്രോക്യാരിയോട്ട്, പ്രൊട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ്, ആനിമൽ എല്ലാത്തിലും എന്താ യൂക്യാരിയോട്ടാണ്. ഇനി മൊനീറയിൽ സെൽവാൾ ഉണ്ടോ? സെൽവാൾ ഇല്ല, നോൺ സെല്ലുലോസിക് ആണ്. പക്ഷേ പ്രൊട്ടിസ്റ്റയിൽ എന്താ ചില ആൾക്കാരിൽ മാത്രം കാണാം, ചില ആൾക്കാരിൽ മാത്രം എന്ത് കാണാം? സെൽവാൾ കാണാം. ഓക്കെ, ചില ആൾക്കാരിൽ മാത്രം പ്രൊട്ടിസ്റ്റയിൽ എന്ത് കാണാം? സെൽവാൾ കാണാം. ഇനി ഫംഗിയെ നോക്കുകയാണെങ്കിലോ അതിലും ഉണ്ട് കൈറ്റിനൈറ്റ്. പ്ലാന്റ്സിൽ നോക്കുകയാണെങ്കിലോ അതിലും ഉണ്ട്. ആനിമൽസിലുണ്ടോ? ആനിമൽസിൽ സെൽവാൾ ഇല്ല. അപ്പം ആനിമൽസിലും സെൽവാൾ ഇല്ല, മൊനീറയിലും. മൊനീറയിൽ പിന്നെ നോൺ സെല്ലുലോസും പോളിസാക്കറൈഡ് അമിനോ ആസിഡും വരുന്നുണ്ട്. ഓക്കെ, സോ എവിടേക്കാണ് പ്രസന്റ് ആയിട്ടുള്ളത്? പ്രൊട്ടിസ്റ്റയിൽ കുറച്ച് ആൾക്കാരുണ്ട്, ഫംഗയിൽ കൈറ്റിൻ്റെ കൂടെയാണ് വരുന്നത്, അതേപോലെ തന്നെ പ്ലാന്റ്സിൽ സെല്ലുലോസ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയർ മെംബ്രെയിൻ നോക്കുന്ന സമയത്ത് ആർക്കില്ല ന്യൂക്ലിയർ മെംബ്രെയിൻ? മൊനീറയ്ക്കില്ല. മൊനീറയിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് ആണ്. ബാക്കി എല്ലാവരിലും എന്താണ്? പ്രസന്റ് ആണ്. ബാക്കി എല്ലാവരിലും പ്രസന്റ് ആണ്. ഇനി ബോഡി ഓർഗനൈസേഷൻ നോക്കുകയാണെങ്കിൽ എന്താ? ബോഡി ഓർഗനൈസേഷൻ നോക്കുകയാണെങ്കിൽ മൊനീറ സെല്ലുലാർ ലെവലാണ്. പ്രൊട്ടിസ്റ്റ എന്താ? സെല്ലുലാർ ലെവലാണ്. ഫംഗി എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടി സെല്ലുലാർ അല്ലെങ്കിൽ ലൂസ് ടിഷ്യൂ ആണ്. ഓക്കെ, പ്ലാന്റയിലും ആനിമേലിയയിലും എന്താണ്? ടിഷ്യൂ ഉണ്ട്, ഓർഗൻ. ആനിമൽസിൽ ഓർഗൻ സിസ്റ്റം എത്തി. ഓക്കെ, പ്ലാന്റ്സിൽ ടിഷ്യൂം ഓർഗനും ആണ്, ആനിമൽസിൽ ടിഷ്യൂം ഓർഗനും ഓർഗൻ സിസ്റ്റം ഉണ്ട്. ഓക്കെ ആണോ? ഇനി അടുത്തതാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഈ മോഡ് ഓഫ് ന്യൂട്രീഷനെ ബേസ് ചെയ്തിട്ട് മൊനീറയിൽ എന്താ ഉള്ളത്? ഓട്ടോട്രോഫിക് ഉണ്ട്, അതേപോലെ തന്നെ ഹെറ്ററോട്രോഫിക് ആൾക്കാരുണ്ട്. ഈ ഓട്ടോട്രോഫിക്കിൽ ആരൊക്കെ ഉണ്ട്? കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക്കും ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക്കും. ഓട്ടോട്രോഫിക് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാർ. കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താ? കെമിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാർ. ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞാലോ ലൈറ്റ് എനർജി ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഹെറ്ററോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്. അതിൽ സാപ്രോഫൈറ്റിക്കും ഉണ്ട്, അതേപോലെ തന്നെ പാരസൈറ്റും ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ഇനി അതേപോലെ തന്നെ പ്രൊട്ടിസ്റ്റ പറയുന്ന സമയത്ത് പ്രൊട്ടിസ്റ്റയിൽ എന്തൊക്കെയാണ്? ഓട്ടോട്രോഫിക്കും ഉണ്ട്, ഹെറ്ററോട്രോഫിക്കും ഉണ്ട്. അതിൽ ഫോട്ടോസിന്തറ്റിക് മാത്രമേ ഉള്ളൂ പ്രൊട്ടിസ്റ്റിൻ്റെ അകത്ത്. ഇനി ഫംഗി ആണെങ്കിൽ ഹെറ്ററോട്രോഫിക് ആണ്, അതിൽ സാപ്രോഫൈറ്റിക് ഉണ്ട്, പാരസൈറ്റും ഉണ്ട്. പ്ലാന്റയിലാണെങ്കിൽ ഓട്ടോട്രോഫിക് ആണ്, പ്ലാന്റ്സ് എന്താ സ്വന്തമായിട്ടല്ലേ ഫുഡ് ഉണ്ടാക്കുന്നത്. ഇനി ആനിമൽസ് ആണെങ്കിൽ ഹെറ്ററോട്രോഫിക് ആണ്, ആനിമൽസ് എല്ലാം പ്ലാന്റ്സിനെയും അല്ലെങ്കിൽ വേറെ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അല്ലേ. അതിൽ ഹോളോസോയിക്കും ഉണ്ട്, സാപ്രോഫൈറ്റിക്കും ഉണ്ട്. സോ മൊനീറ എന്താണ്? മൊനീറ സെൽ ടൈപ്പ് പ്രോക്യാരിയോട്ട് ആണ്. ബാക്കി എല്ലാത്തിലും സെൽ ടൈപ്പ് എന്താ? യൂക്യാരിയോട്ടാണ്. സെൽവാള് ആർക്കാണുള്ളത്? പ്രൊട്ടിസ്റ്റയിൽ കുറച്ച് ആൾക്കാർക്കുണ്ട്, ഫംഗയിൽ കൈറ്റിന്റെ കൂടെയാണുള്ളത്, പ്ലാന്റയിൽ സെല്ലോസിന്റെ കൂടെ, ആനിമൽസിൽ ഇല്ല. അതേപോലെ മൊനീറയിൽ സെല്ലോസിക് ആണ്, പോളിസാക്കറൈഡ് അമിനോ ആസിഡും. ഓക്കെ, ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ ആർക്ക് ആബ്സെന്റ് ആണ്? മൊനീറ ആബ്സെന്റ് ആണ്. ബാക്കി എല്ലാവരിലും പ്രസന്റ് ആണ്. ബോഡി ഓർഗനൈസേഷൻ മൊനീറയിൽ സെല്ലുലാർ ലെവലാണ്, പ്രൊട്ടിസ്റ്റയിൽ സെല്ലുലാർ ലെവലാണ്. ഓക്കെ, ഇനി ഫംഗയിൽ മൾട്ടി സെല്ലുലാർ അല്ലെങ്കിൽ ലൂസ് ടിഷ്യൂ, പ്ലാന്റയിൽ ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ, ആനിമയിൽ ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം വരുന്നുണ്ട്. ഓക്കെ, ഇനി മോഡ് ഓഫ് ന്യൂട്രീഷൻ ഓട്ടോട്രോഫിക്, ഹെറ്ററോട്രോഫിക്. ഇവിടെ ഓട്ടോട്രോഫിക്, ഹെറ്ററോട്രോഫിക്. ഇവിടെയും ഹെറ്ററോട്രോഫിക്. ഇവിടെ ഓട്ടോട്രോഫിക്, ഇവിടെ ഹെറ്ററോട്രോഫിക്. ഓക്കെ, പ്ലാന്റ്സ് എന്തായിരിക്കും? ഓട്ടോട്രോഫിക് ആയിരിക്കും. പിന്നെ മൊനീറയും പ്രൊട്ടിസ്റ്റും ഓട്ടോട്രോഫിക് ആണെന്ന് ഓർത്തിച്ചാൽ മതി. പ്രൊട്ടിസ്റ്റയിലും മൊനീറയിലും ഹെറ്ററോട്രോഫിക്കും ഉണ്ട്, ഫംഗൽ ഹെറ്ററോട്രോഫിക് ആണ്, ആനിമൽസ് എന്തായാലും ഹെറ്ററോട്രോഫിക് ആണ്. ഓക്കെ, ഇത് പഠിച്ചാൽ നന്നായിട്ട് ഓർമ്മ ഉണ്ടാവും, മറന്നു പോകത്തില്ല. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞു എന്താണ്? ഇവിടെ ഫൈറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് RCTക്കാണ് പ്രപ്പോസ് ചെയ്തത്. പക്ഷെ അതിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം
അതിൽ ഇപ്പം ഈ ചില യൂക്യാരിയോട്സിനെ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്തു, മൊനിയയിൽ കൊണ്ട് പ്ലേസ് ചെയ്തു, അങ്ങനെയൊക്കെ ഓരോരോ ചെറിയ ചെറിയ പോരായ്മകൾ ആർക്കുണ്ടായിരുന്നു, ഈ 5 ക്ലാസിഫിക്കേഷൻ. അങ്ങനെയാണ് 3 ഡൊമൈനുള്ള ഒരു 6 ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. അത് മൂന്ന് ഡൊമൈനുള്ള ഒരു 6 ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തു. 6 ക്ലാസിഫിക്കേഷൻ. അപ്പോൾ 3 ഡൊമൈനിൽ ഒന്നാമത്തെ ഡൊമൈൻ എന്താ, ഈ മൊനീറ തന്നെയാണ്. മൊനീറ ഗ്രൂപ്പിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. മൊനീറ ഗ്രൂപ്പിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഒന്നാമത്തത് ആർക്കിബാക്ടീരിയ, രണ്ടാമത്തത് യൂബാക്ടീരിയ. ആൻഡ് ഇത് ഒന്നാമത്തെ ഡൊമൈൻ, ഇത് രണ്ടാമത്തെ ഡൊമൈൻ, ആൻഡ് മൂന്നാമത്തെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 4 കിങ്ഡം. അതേതൊക്കെയാ? ഒപ്പിസ്റ്റ, ഫംഗൈ, പ്ലാന്റൈ, ആനിമില. ഈ 4 കിങ്ഡം മൂന്നാമത്തെ ഡൊമൈനിലും, ആദ്യത്തെ ഡൊമൈനിൽ ആർക്കിബാക്ടീരിയ, രണ്ടാമത്തെ ഡൊമൈനിൽ യൂബാക്ടീരിയ, മൂന്നാമത്തെ ഡൊമൈനിൽ ഒപ്പിസ്റ്റ, ഫംഗൈ, പ്ലാന്റൈ, ആനിമീരിയ. ഇങ്ങനെയാണ് 3 ഡൊമൈനിലെ 6 ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. ഇതാണ് നിലവിലത്തെ ഏറ്റവും കൂടുതൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന കിങ്ഡം. ഓക്കെ. 5 ക്ലാസിഫിക്കേഷന് കുറച്ച് പോരായ്മയുള്ളത് കൊണ്ടാണ് 6 ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. അത് 3 ഡൊമൈനിലാണുള്ളത്. അത് മൊനീറയെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, ആർക്കിബാക്ടീരിയ, യൂബാക്ടീരിയ ആക്കി. മൂന്നാം ഡൊമൈനിൽ ബാക്കിയുള്ള 4 കിങ്ഡംസും വരുന്നത്. ഓക്കെ. ഇനി കിങ്ഡം മൊനീർ. അപ്പോൾ കിങ്ഡം മൊനീറിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ ബാക്ടീരിയ ആണ് ഏറ്റവും കൂടുതൽ. ബാക്ടീരിയ സോൾ മെമ്പേഴ്സ് ഓഫ് കിങ്ഡം മൊനീർ. ഏറ്റവും കൂടുതൽ ആരാളുള്ളത്? ബാക്ടീരിയ ആണുള്ളത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ എന്താ പറയുക, കുറച്ച് കയ്യിൽ കുറച്ച് സാൻഡ് എടുക്കുകയാണെങ്കിൽ, കുറച്ച് മണ്ണ് എടുക്കുകയാണെങ്കിൽ അതിൽ നിറച്ചും ബാക്ടീരിയ ഉണ്ടാവും. ഒരു 100 കണക്കിന് ബാക്ടീരിയ നിങ്ങൾക്ക് ചെറിയൊരു മണ്ണ് കയ്യിലെടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ 100 കണക്കിന് ബാക്ടീരിയസിനെ കാണും. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ എബണ്ടന്റ് ഓർഗാനിസം ആരാണ്? ബാക്ടീരിയ ആണ്. അതേപോലെ തന്നെ അവർ അധികം എല്ലാ സ്ഥലത്തും അവർ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ബാക്ടീരിയ ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത്, സോൾ മെമ്പേഴ്സ് ആണ്. അതേപോലെ തന്നെ കിങ്ഡം മൊനീറിലെ സോൾ മെമ്പർ ആരാണ്? ബാക്ടീരിയ ആണ്. അതേപോലെ എല്ലാ സ്ഥലത്തും അവരെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും എബണ്ടന്റ് ആയിട്ട് ഏറ്റവും അധികം കാണാൻ പറ്റിയ ഓർഗാനിസം ബാക്ടീരിയ ആണ്. നമ്മൾ കയ്യിൽ ഒരു ഇത്തിരി മണ്ണ് എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ തന്നെ 100 കണക്കിന് ബാക്ടീരിയ ഉണ്ട്. ഓക്കെ. അതേപോലെ തന്നെ ഇവർക്ക് ഏത് എക്സ്ട്രീം ഹാബിറ്റാറ്റ്സിലും താമസിക്കാൻ കഴിയും, ജീവിക്കാൻ കഴിയും. ഹോട്ട് സ്പ്രിങ്, ചൂട് കാലാവസ്ഥ ആയിക്കോട്ടെ, ഡെസേർട്ട് ആയിക്കോട്ടെ, ഡീപ്പ് ഓഷ്യൻസ് ആയിക്കോട്ടെ, അങ്ങനെ എവിടെയൊക്കെ ലൈഫ് പോസിബിൾ അല്ലാത്ത സ്ഥലത്ത് പോലും ഈ ബാക്ടീരിയ ജീവിക്കുന്നുണ്ട്. അതായത് വെരി ഫ്യൂ അതർ ലൈഫ് ഫോംസ് ക്യാൻ സർവൈവ് ആയ സ്ഥലത്ത്, അതായത് മറ്റ് ഓർഗാനിസത്തിന് അവിടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായ സ്ഥലത്ത് പോലും ഈ ബാക്ടീരിയ ജീവിക്കുന്നുണ്ട്. ഈ ബാക്ടീരിയ നമ്മൾ 4ആയിട്ട് തിരിക്കുന്നുണ്ട്. എന്തിനെ ബേസ് ചെയ്തിട്ടായോ? ഷേപ്പിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ബാക്ടീരിയനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്താണ് കോക്കസ്. ഓക്കെ. സ്ഫെറിക്കൽ കോക്കസ് ആണ് കോക്കി. ഓക്കെ. അതേപോലെ തന്നെ റോഡ് ഷേപ്ഡ് ബാസിലസ്, പിന്നെ കോമ ഷേപ്ഡ് വിബ്രിയം, ആൻഡ് സ്പൈറൽ ഷേപ്ഡ് സ്പൈറൽ. ഓക്കെ. ഇതാണ് കോമ ഷേപ്ഡ് വിബ്രിയം, സ്പൈറൽ ഷേപ്ഡ് സ്പൈറലം. ഓക്കെ. ഇത് ബാസിലെ റോഡ് ഷേപ്ഡ് ആണ്. ഇതാണ് കോക്കസ്, സ്ഫെറിക്കൽ കോക്കസ്. ഓക്കെ. സോ നമ്മൾ ഷേപ്പിനെ ബേസ് ചെയ്തിട്ട് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതാണ്? സ്ഫെറിക്കൽ കോക്കസ് കോക്കൈ, അതേപോലെ റോഡ് ഷേപ്ഡ് ബാസിലസ് ബാസിലൈ, അതേപോലെ കോമ ഷേപ്ഡ് വിബ്രിയം, അതേപോലെ തന്നെ സ്പൈറൽ ഷേപ്ഡ് സ്പൈറൽ. ഓക്കെ. ഇതാണ് 4 ക്ലാസിഫിക്കേഷൻ. ഇതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ബാക്ടീരിയ ചൂട് കാലാവസ്ഥയിൽ നിൽക്കുന്നുണ്ട്, അതേപോലെ എക്സ്ട്രീം കണ്ടീഷനൊക്കെ നിൽക്കുന്നുണ്ട്. സോ അത് എന്തിനെ കൊണ്ട് അവർക്ക് പറ്റുന്നത്? അവരുടെ
ബിഹേവിയർ ഒക്കെ വളരെ വ്യത്യാസമുണ്ട്. അതിൻ്റെ സ്ട്രക്ചർ ഭയങ്കര സിമ്പിൾ ആണ്. The bacterial structure is very simple and they are very complex in behavior compared to many other organisms. Okay, കാരണം എന്താ, അവർ ഒരുപാട് ഹാഷ് ഹാബിറ്റാറ്റ്സിലൊക്കെ അവർ താമസിക്കുന്നുണ്ട്. ഓക്കെ, അതിൽ ഇപ്പം നമ്മൾ മുന്നേ രണ്ട് എക്സ്പെക്ട് ചെയ്തു. അതിന് ഒന്നാമത്താണ് ആർക്കി ബാക്ടീരിയ, രണ്ടാമത്തെ യു ബാക്ടീരിയ. ഈ ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താ, അവരാണ് എവിടെ താമസിക്കാൻ വരുന്നത്, സാൾട്ടി ഏരിയാസ്, അതിനാണ് ഹാലോഫൈൽസ് എന്ന് പറയുക. അതേപോലെ ഹോട്ട് സ്പ്രിങ്സിൽ താമസിക്കുന്ന ആൾക്കാരാണ് തെർമോസിഡോഫൈൽസ്. അതേപോലെ മാഷി ഏരിയാസ് കാണപ്പെടുന്ന ആൾക്കാർ മെത്തനോജൻസ്. അപ്പം ആർക്കി ബാക്ടീരിയയിൽ 3 ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ചൂട് കൂടിയ സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാർ, ഉപ്പ് കൂടിയ സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാർ, അതേപോലെ തന്നെ മാഷി ഏരിയാസിൽ ജീവിക്കുന്ന ആൾക്കാരെ കാണാം. അപ്പം ഈ ഹോട്ട് സ്പ്രിങ്സിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ വിളിക്കുക തെർമോഎസിഡോഫൈൽസ്. ഇവിടെ ഏകദേശം 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടുണ്ടെങ്കിൽ പോലും അവിടെ വരെ ഈ ബാക്ടീരിയ സർവൈവ് ചെയ്യുന്നുണ്ട്. അതേപോലെ സാൾട്ടി ഏരിയാസിൽ ജീവിക്കുന്ന ആൾക്കാരെ ഹാലോഫൈൽസ് എന്നാണ് വിളിക്കുക. അതേപോലെ മാഷി ഏരിയാസിൽ കാണപ്പെടുന്ന മെത്തനോജൻസ്. ഓക്കെയാണോ? ഈ മെത്തനോജൻസ് ആണ് നമ്മളെ ഈ റൊമിനന്റ് ആനിമൽസിൽ, കൗവില്, ബഫലോസിലൊക്കെ എന്തിന് കാരണമാകുന്നത്? മീത്തേൻ അല്ലെങ്കിൽ ബയോഗ്യാസ്. ഈ ഇപ്പം അവരുടെ ഗട്ടിൽ നിങ്ങൾക്ക് എന്ത് കാണാം? മീത്തേൻ അല്ലെങ്കിൽ ബയോഗ്യാസ് കാണാനുള്ള കാരണം, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകാനുള്ള ഒരു കാരണം ഈ നമ്മുടെ മെത്തനോജൻസ് ആണ്. മെത്തനോജൻസ് ആർ പ്രസന്റ് ഇൻ gut of several ruminant animals such as cows, buffaloes, and they are responsible for the production of methane biogas from the dung of this animal. അപ്പം നമ്മുടെ ഹോട്ട് സ്പ്രിങ്സിൽ ജീവിക്കുന്ന ആൾക്കാരാണ് തെർമോസിഡോഫൈൽസ്. സാൾട്ടി ഏരിയാസിൽ, അതായത് ഹാലോഫൈൽസ്, മാഷി ഏരിയാസിൽ മെത്തനോജൻസ്. ഈ മീത്തേൻ അല്ലെങ്കിൽ ബയോഗ്യാസിന് കാരണക്കാർ ആരാണ്? ഈ മെത്തനോജൻസ് എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അത് ഏതൊക്കെ ആനിമൽസിലാണ് കാണപ്പെടുന്നത്? റമിനന്റ് ആനിമൽസ് ആയ കൗവ്, ബഫല്ലോ, അതേപോലത്തെ റമിനന്റ് ആനിമൽസിലും ഗട്ടിൽ കാണപ്പെടുന്ന ഈ മീത്തേൻ ഗ്യാസ് അല്ലെങ്കിൽ ബയോഗ്യാസിന്റെ കാരണക്കാർ ആരാണ്? മെത്തനോജൻസ് ആണ്. ഇനി അടുത്താണ് യു ബാക്ടീരിയ. യു ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താ? ട്രൂ ബാക്ടീരിയ. യു ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ട്രൂ ബാക്ടീരിയ. യു എന്ന് പറഞ്ഞാൽ ട്രൂ എന്നർത്ഥം. ഓക്കെ, അതിനെ നമ്മൾ എന്തായിട്ട് എങ്ങനെ കാറ്റഗറൈസ് ചെയ്തതാണ്? സെൽവാള് റിജിഡ് സെൽവാൾ, അതായത് കട്ടിയുള്ള സെൽവാളാണ്. അതേപോലെ അവർക്ക് മോട്ടയുണ്ട്, അതായത് മോഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചലനശേഷി ഉണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടാവും? ഫ്ലജെല്ലം ഉണ്ടാവും. മോട്ടയിലാണെങ്കിൽ എന്താണ്? ഫ്ലജെല്ലം ഉണ്ടാവും അവർക്ക്. ഓക്കെ, അതേപോലെ തന്നെ അവർക്ക് ഈ നമ്മളിപ്പോൾ എന്താ പറയുക, ബ്ലൂ ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ സൈനോ ബാക്ടീരിയ. ഓക്കെ, ബ്ലൂ ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ അവരെ സൈനോ ബാക്ടീരിയ എന്ന് വിളിക്കും. അവർക്ക് എന്തുണ്ട്? ക്ലോറോഫിൽ എ ഉണ്ട്. ഗ്രീൻ പ്ലാന്റ്സിനോട് സാമ്യതയുള്ള ക്ലോറോഫിൽ എ ആർക്കുണ്ട്? നമ്മുടെ സൈനോ ബാക്ടീരിയക്ക് ഉണ്ട്, അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗയ്ക്ക് ഉണ്ട്. ഓക്കെ, അവരാണ് എന്ത്? ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്, അതായത് ലൈറ്റ് എനർജി ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാർ. അതാണ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്. അപ്പം സൈനോ ബാക്ടീരിയ എന്താണ്? ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ് ആണ്. അവർക്ക് ഒരു ക്ലോറോഫിൽ എ ഉണ്ട്. ഗ്രീൻ പ്ലാന്റ്സിൽ കാണപ്പെടുന്ന അതിന് സിമിലർ ആയിട്ട് വരുന്ന ഒരു ക്ലോറോഫിൽ എ ആർക്കുണ്ട്? നമ്മുടെ സൈനോ ബാക്ടീരിയക്ക് ഉണ്ട്. ഈ സൈനോ ബാക്ടീരിയ എന്താ? യൂണിസെല്ലുലാർ. സൈനോ ബാക്ടീരിയക്ക് ഒരു സെല്ലേ ഉള്ളൂ. അതേപോലെ തന്നെ ഇവർ ഒന്നെങ്കിൽ കോളനി പോലെയോ അല്ലെങ്കിൽ ഫിലമെന്റസ് പോലെയോ കാണപ്പെടുന്നുണ്ട്. ഇവരെവിടേക്കാണ് കാണപ്പെടുന്നതെന്ന് അറിയോ? ഫ്രഷ് വാട്ടറിലും ഉണ്ട്, മെറൈൻ ഉണ്ട്, അല്ലെങ്കിൽ ടെറസ്ട്രിയൽ ആൽഗെ. അപ്പം നമ്മുടെ യു ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താ? ട്രൂ ബാക്ടീരിയ ആണ്. അതേപോലെ അവർ ക്യാരക്ടറൈസ് ചെയ്ത് കട്ടിയുള്ള സെൽവാൾ, റിജിഡ് സെൽവാളാണ്. അവർക്ക് ചലനശേഷി ഉണ്ടെങ്കിൽ, മോഷൻ ഉണ്ടെങ്കിൽ അവരെന്താണ്? അവർക്ക് ഫ്ലജെല്ല ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സിൽ സിമിലർ ആയിട്ടുള്ള ഒരു ക്ലോറോഫില്ലെ ആർക്കുണ്ട്? നമ്മുടെ സൈനോ ബാക്ടീരിയക്ക് ഉണ്ട്. സൈനോ ബാക്ടീരിയയുടെ വേറെ പേരെന്താണ്? ബ്ലൂ ഗ്രീൻ ആൽഗെ. അവരെന്താണ്? ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ് ആണ്. ഇനി ഈ സൈനോ ബാക്ടീരിയ ഒന്നെങ്കിൽ കോളനിയോ അല്ലെങ്കിൽ ഫിലമെന്റ്സ് പോലെ ആയിരിക്കും കാണപ്പെടുന്നുണ്ടാവാം. അവര് യൂണിസെല്ലുലാർ ആണ്. അതേപോലെ തന്നെ ഒന്നെങ്കിൽ കോളനി പോലെയോ അല്ലെങ്കിൽ
ഫിലമെന്റസ് പോലെ ആയിരിക്കും അവർ കാണപ്പെടുന്നുണ്ടാവുക. അവർ കാണുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? ഫ്രഷ് വാട്ടർ, അതേപോലെ തന്നെ മെറൈൻ ഓർ ടെറസ്ട്രിയൽ ആൽഗെ. അപ്പം ഈ നമ്മുടെ ഇപ്പം ഇതൊരു നോസ്റ്റോക്ക, ഇതിന്റെ പുറത്ത് നമുക്കൊരു ബ്ലൂ കളറിൽ ഇങ്ങനെ ഓരോ സാധനങ്ങൾ അല്ലേ. അപ്പോൾ ഇതാണ് എന്ത്? ഒരു ജെലാറ്റിനസ് ഷീത്ത്. എന്താണ്? ഒരു ജെലാറ്റിനസ് ഷീത്ത് അല്ലെങ്കിൽ ഒരു മ്യൂസിലേജിനസ് ഷീത്ത് ആണ് ആര്? നമ്മുടെ ഈ കോളനിയുടെ പുറത്ത് കാണപ്പെടുന്ന ആൾക്കാർ. ഇതിപ്പോ ഒരു കോളനി അല്ലെങ്കിൽ ഒരു ഫിലമെന്റസ് പോലെ കാണപ്പെടുന്ന ആൾക്കാരെ പുറമെ കാണുന്ന ഒരു ഷീറ്റാണ് എന്ത്? ഈ കാണുന്ന ബ്ലൂ കളർ. അതിനൊന്നെങ്കിൽ മ്യൂസിലേജിനസ് ഷീത്ത് എന്നോ ഇല്ലെങ്കിൽ ജെലാറ്റിനസ് ഷീത്ത് എന്നോ പറയാം. ഓക്കെ. അതേപോലെ തന്നെ ഇവർ നമ്മുടെ പൊല്യൂട്ടഡ് വാട്ടറിനകത്ത് ബ്ലൂംസ് ഫോം ചെയ്യും, ആൽഗൽ ബ്ലൂംസ്. നമ്മുടെ പൊല്യൂട്ടഡ് വാട്ടർ ബോഡിനകത്ത് ആൽഗൽ ബ്ലൂംസ് ഫോം ചെയ്യും. അതേപോലെ തന്നെ ചില സെൽസിന്, ചില സ്പെഷ്യലൈസ്ഡ് ആയ സെല്ലിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നൈട്രജനെ ഫിക്സ് ചെയ്യാൻ പറ്റും. നൈട്രജൻ ഫിക്സേഷൻ പോസിബിൾ ആണ് ചില സ്പെഷ്യലൈസ്ഡ് സെൽസിന്. അതാണ് ഇവിടുത്തെ ഹെറ്ററോസിസ്റ്റ്. ഈ ഹെറ്ററോസിസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും? നൈട്രജനെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതിന് എക്സാമ്പിൾ ആണ് ആര്? നോസ്റ്റോക്ക് ആൻഡ് അനാബീന. നോസ്റ്റോക്ക് ആൻഡ് അനാബീന. ഇത് ഒരു നോസ്റ്റോക്കിന്റെ പിക്ചർ ആണ് അല്ലേ. അപ്പൊ ഇതിന്റെ പുറമെ കാണുന്ന നീല കളർ സാധനം എന്താ? മ്യൂസിലേജിനസ് ഷീത്ത് അല്ലെങ്കിൽ ജെലാറ്റിനസ് ഷീത്ത് ആണ്. ഇതിൽ കാണുന്ന വയലറ്റ് കളർ സാധനം എന്ത്? ഹെറ്ററോസിസ്റ്റ്. അതിന് എന്ത് ഫിക്സ് ചെയ്യാൻ പറ്റും? നൈട്രജനെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? അപ്പൊ യൂബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ട്രൂ ബാക്ടീരിയ. അവരെ കാറ്റഗറൈസ് ചെയ്യുന്നത് റിജിഡ് സെൽ വാൾ, കട്ടിയുള്ള സെൽ വാളിന്റെ ബേസിലാണ്. അവർ മോട്ടൈൽ ആണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് മോഷൻ ഉണ്ടെങ്കിൽ, ചലനശേഷി ഉണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടാവും? ഫ്ലജെല്ലം ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ക്ലോറോഫില്ലെ ആർക്കുണ്ട്? നമ്മുടെ സൈനോ ബാക്ടീരിയക്കുണ്ട്. സൈനോ ബാക്ടീരിയ അല്ലെങ്കിൽ അതിന് വേറെ പേരെന്താ? ബ്ലൂ ഗ്രീൻ ആൽഗെ. ഓക്കെ. ഈ ബ്ലൂ ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ സൈനോ ബാക്ടീരിയ എന്ത് ട്രോഫിക് ആണ്? ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ആണ്. ഫോട്ടോസിന്തറ്റിക് പറഞ്ഞാൽ എന്താ? ലൈറ്റ് എനർജി ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാർ. ഓക്കെ. അതേപോലെ തന്നെ ഈ സൈനോ ബാക്ടീരിയ യൂണിസെല്ലുലാർ ആണ്. യൂണിസെല്ലുലാർ ആണ്. അതേപോലെ തന്നെ ഒരു കോളനി പോലെയോ അല്ലെങ്കിൽ ഫിലമെന്റസ് പോലെയോ ആയിരിക്കും കാണപ്പെടുന്നുണ്ടാവുക. ഇവർ കാണപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാ? ഫ്രഷ് വാട്ടർ, മെറൈൻ അല്ലെങ്കിൽ ടെറസ്ട്രിയൽ ആൽഗെ. ഈ കോളനിന് ചുറ്റും ഒരു ഷീത്ത് ഉണ്ടാവും. അതിന് പേരാണ് ജെലാറ്റിനസ് ഷീത്ത് അല്ലെങ്കിൽ മ്യൂസിലേജിനസ് ഷീത്ത്. അതേപോലെ തന്നെ ഇവർ നമ്മുടെ ആൽഗൽ ബ്ലൂംസ് ഉണ്ടാക്കും. എവിടെ? പൊല്യൂഷൻ ഉള്ള വാട്ടർ ബോഡീസിൽ ആൽഗൽ ബ്ലൂംസ് ഉണ്ടാക്കും. ചില സ്പെഷ്യലൈസ്ഡ് സെൽസിന് എന്ത് ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്? നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ സ്പെഷ്യലൈസ്ഡ് സെല്ലിന്റെ പേരാണ് എന്താണ്? ഹെറ്ററോസിസ്റ്റ് ആണ്. അതിന് എക്സാമ്പിൾ ആരാണ്? നോസ്റ്റോക്ക് ആൻഡ് അനാബീന. ഇനി അടുത്താണ് കീമോ സിന്തറ്റിക് ഓട്ടോട്രോഫിക്. ഓക്കെ. യൂബാക്ടീരിയയിൽ വരുന്നത്. അപ്പം ഇതിൽ ചില ഇനോർഗാനിക് സബ്സ്റ്റൻസ് അല്ലേ, അതായത് ഇപ്പൊ എന്താ നമ്മുടെ നൈട്രൈറ്റ്സ്, അമോണിയ, ഇതൊക്കെ ഇവരെ ഓക്സിഡൈസ് ചെയ്യാനുള്ള എബിലിറ്റി ആർക്കുണ്ട്? കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിനുണ്ട്. അപ്പൊ ഇവര് ഈ ഓക്സിഡൈസ് ചെയ്തിട്ട് ഇവരെന്താക്കും? ATP ആയിട്ട് അവരുടെ എനർജി പ്രൊഡക്ഷൻ ആക്കും. ഓക്കെ. അവരെന്തിലൊക്കെ ഒരു നല്ല റോള് കാണിക്കുന്നുണ്ട്? നമ്മുടെ നൈട്രജന്റെ സൈക്കിള്, ഫോസ്ഫറസ് സൈക്കിള്, അയൺ, സൾഫർ, ഇതിലൊക്കെ ഒരു നല്ല ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ട്. കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ് എന്ന് പറഞ്ഞാൽ എന്താ? കെമിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർ അല്ലേ. അപ്പം ഈ നമ്മുടെ ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആയ നൈട്രൈറ്റ്സ്, അമോണിയനൊക്കെ എന്താ? ഓക്സിഡൈസ് ചെയ്തിട്ട് എനർജി ഉണ്ടാക്കി അത് ATP പ്രൊഡക്ഷനിലേക്ക് ആക്കി നമ്മുടെ നൈട്രജന്റെ സൈക്കിള്, ഫോസ്ഫറിന്റെ സൈക്കിള്, അയൺ, അതുപോലെ സൾഫറിന്റെ സൈക്കിളൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആക്കി അവർ മാറ്റുന്നുണ്ട് അല്ലേ. ഇനി അടുത്താണ് ഹെറ്ററോട്രോഫിക്. അപ്പം ഇവരാണ് ഏറ്റവും കൂടുതൽ അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്നത്. ഓക്കെ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നവരാണ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ആണ്. അതേപോലെ ഇവരാണ് മേജർ ഡീകമ്പോസസും ഈ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ആണ്. ഓക്കെ. അപ്പം ഇവർക്ക് നമ്മുടെ ഹ്യൂമൻസിലൊക്കെ നല്ല ഇമ്പാക്റ്റ് ഉണ്ട്. എന്താണ് ആ ഇമ്പാക്റ്റ് എന്ന് അറിയുന്നത്? നമ്മുടെ ആന്റിബയോട്ടിക് പ്രൊഡക്ഷൻ, അതേപോലെ തന്നെ നമ്മുടെ ഈ പയർ ചെടി, ലെഗ്യൂം എന്ന് പറഞ്ഞാൽ പയർ ചെടി, അപ്പൊ അതിലുള്ള നൈട്രജനെ ഫിക്സ് ചെയ്യുന്നു.
അതേപോലെ തന്നെ കേർഡ്, പാലിൽ നിന്ന് മിൽക്ക് ഉണ്ടാക്കാനൊക്കെ സഹായിക്കുന്നവരാണ് ഈ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. അപ്പൊ അതിനെ കൊണ്ടാണ് നമ്മുടെ ഹ്യൂമൻസിന്റെ ലൈഫിൽ സിഗ്നിഫിക്കന്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പൊ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്താണ്? അബണ്ടന്റ് ആണ്. ഇവർ മേജർ ഡീകമ്പോസസ് ആണ്. നമ്മുടെ ഹ്യൂമൻസ് ലൈഫിൽ ഒരു ഇമ്പാക്ട്, സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാ? പാലിൽ നിന്ന് തൈര് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ ആന്റിബയോട്ടിക്കിന്റെ പ്രൊഡക്ഷൻ ഈ പയറ് ചെടിയിലെ നൈട്രജനെ ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇവർ ചില ആൾക്കാരെന്താ പാത്തോജൻ, അതായത് കുറച്ച് ഡിസീസ് ഉണ്ടാക്കുന്ന ആൾക്കാർ. ഇപ്പം എന്താ പറയുക, ഹ്യൂമൻ ബീങ്സ് ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ക്രോപ്സിൽ, ഫാമിൽ, ആനിമൽസിൽ, പെറ്റ്സിലൊക്കെ ഇവർ ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട്. ഇവരുണ്ടാക്കുന്ന ഡിസീസ് ഏതൊക്കെയാ അറിയോ? കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് കാങ്കർ, ഇതൊക്കെയാണ് ഇവർ പരത്തുന്ന ഡിസീസ്. ഇനി അതേപോലെ ഈ ബാക്ടീരിയന്റെ റീപ്രൊഡക്ഷൻ എങ്ങനെ നടക്കുന്നത് അറിയോ? അവർ മെയിനായിട്ട് ഫിഷൻ വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് അൺഫേവറബിൾ കണ്ടീഷനിൽ അവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അതായത് ഒരു DNA ട്രാൻസ്ഫർ വഴിയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇപ്പൊ ഇവിടെ കാണുന്ന ഒരു DNA ആണ്. അപ്പം ഇതിപ്പോ ഒരു സെല്ലാ വിചാരിച്ചു. ഇപ്പൊ DNA റെപ്ലിക്കേഷൻ കഴിഞ്ഞാൽ എന്താ? രണ്ടായിട്ട് മാറുന്നത്. ഓക്കെ, അത് എങ്ങനെയാണ് പ്രോസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ കാണാം, ഇത് ആദ്യം ഒരു സെല്ലായിരുന്നു. ആ സെല്ല് മുറിഞ്ഞ് രണ്ട് സെല്ലായിട്ട് വരവാണ് അല്ലേ? ഇതിലുള്ള സെൽ മെമ്പറൈൻ കാര്യങ്ങൾ സെല്ലുകളൊക്കെ ഇവിടേക്ക് വരും. അങ്ങനെയാണ് ഇപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി ഇതിൽ വേറൊരു സാധനം, മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് സെൽവാളില്ല. അവർക്ക് എന്തില്ല? സെൽവാളില്ല. അവര് സ്മോളസ്റ്റ് ലിവിങ് സെൽ. ദേ ആർ ദി സ്മോളസ്റ്റ് ലിവിങ് സെൽ ആൻഡ് ഓക്സിജൻ ഇല്ലാതെ അവർക്ക് സർവൈവ് ചെയ്യാൻ കഴിയും. അതേപോലെ മിനി മൈക്രോപ്ലാസ്മ പാത്തോജനിക് ഇൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. അപ്പൊ മൈക്രോപ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് സെൽവാളില്ല. അതേപോലെ സ്മോളസ്റ്റ് ലിവിങ് സെല്ലാണ്. അവർക്ക് ഓക്സിജൻ ഇല്ലാതെ സർവൈവ് ചെയ്യാൻ കഴിയും. മൈക്രോപ്ലാസ്മ പാത്തോജനിക് ആണ് ആനിമൽസിൽ, പ്ലാന്റ്സിൽ. ഓക്കെ, സോ ബാക്കിയുള്ള പിന്നെ പ്രൊട്ടിസ്റ്റ, ക്രൈസോഫൈറ്റ്സ്, അതേപോലെ തന്നെ ഡൈനോഫ്ലജല്ലേറ്റ്, യൂക്ലിനോയിഡ്സ്, ട്രൈമോഡ്സ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതൊക്കെ പിന്നെ പ്രൊട്ടിസ്റ്റിൽ വരുന്ന ആൾക്കാരാണ്. അതിനുശേഷം പിന്നെ ഫംഗൈ ഉണ്ട്. ഓക്കെ, നല്ല നല്ല പഠിക്കാം. ഓക്കെ, സോ ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ എന്താ മനസ്സിലാകുന്ന ടോപ്പിക് ഉണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്യുക. ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു.